എം സ്വരാജ് അയ്യപ്പന്റെ വിവാഹം മാളികപ്പുറത്ത് അമ്മയായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ രാജു എബ്രഹാമിന് മരണപ്പെട്ടില്ലേ? പിണറായി വിജയനും എം സ്വരാജും എല്ലാം സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ പ്രസ്താവനകളൊന്നും ആർക്കും മരണപ്പെട്ടില്ല അല്ലേ? പാട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത്. പാട്ടിൽ കേസെടുക്കാൻ പറഞ്ഞു, കേസെടുത്തു, പാട്ട് പിൻവലിപ്പിക്കാനുള്ള നടപടികൾ. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇത് തീവ്ര വലതുപക്ഷ ഗവൺമെന്റാണ്. ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ലോകത്ത് എല്ലായിടത്തും ചെയ്യുന്നത് പോലെ മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരു എതിർപ്പിനെയും അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത്. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സ് ഇവർക്കില്ല. ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും, ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും. നമുക്ക് നോക്കാം, ഞങ്ങൾ പറഞ്ഞല്ലോ, അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് കേരളമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 191A വകുപ്പ് 191(1)A വകുപ്പ് ലംഘിക്കുന്ന നടപടിയാണ്. 19(1)A ലംഘിക്കുന്ന നടപടിയാണ്. ആർട്ടിക്കിൾ മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് 19(1)A ലംഘിക്കുന്ന നടപടിയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാണ് കൃത്യമായി നൽകിയിരിക്കുന്നത്. കൃത്യമായ ലംഘനമാണ്, ഭരണഘടനാ ലംഘനമാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ് ഗവൺമെന്റ്. ഇത് പേടിപ്പിക്കുകയാണ്. ഇനി ആരും ഗവൺമെന്റിനെ വിമർശിക്കാതിരിക്കാൻ. ഗവൺമെന്റിനെ വിമർശിച്ചാൽ ഇതായിരിക്കുമെന്ന് ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ, തീവ്ര വലതുപക്ഷ സർക്കാരുകൾ പറയുന്നത് പോലെയാണ് പിണറായി സർക്കാർ പറയുന്നത്. എങ്ങനെ, ആർക്കാണ് അയ്യപ്പനെ? അപ്പോ എം സ്വരാജ് അയ്യപ്പന്റെ വിവാഹം മാളികപ്പുറത്ത് അമ്മയായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ രാജു എബ്രഹാമിന് മരണപ്പെട്ടില്ലേ? പിണറായി വിജയനും എം സ്വരാജും എല്ലാം സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ പ്രസ്താവനകളൊന്നും ആർക്കും മരണപ്പെട്ടില്ല അല്ലേ? ഇതേ പാരഡി ഗാനം കെ കരുണാകരനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹമുള്ള കാലത്ത് CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങളാരും പരാതി പറഞ്ഞിട്ടില്ലല്ലോ, അന്ന് പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവരിപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അസഹിഷ്ണുതയുടെ പര്യായങ്ങളാണ്. അധികാരത്തിൻ്റെ അഹങ്കാരം ബാധിച്ചിട്ട് ആരും എതിർക്കാൻ പാടില്ല, ആരും സംസാരിക്കാൻ പാടില്ല, ആരും പ്രചരണം നടത്താൻ പാടില്ല. ഇലക്ഷൻ തോറ്റപ്പോൾ ഒന്നും കൂടി ഹാലളകി. അതാണ് ഈ കാണുന്നത്. അതിൻ്റെ മുമ്പിലൊന്നും പേടിച്ചോടുന്ന ആളുകളല്ല. കേരളം മുഴുവൻ ഇത് പാടാൻ പോവാം, പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമേ തന്നെ കേട്ടതാണ്, ആദ്യമേ പഠിച്ചതാണ്. അത് വരട്ടെ, അത് ഇല്ലെങ്കിൽ നമുക്ക് കാണാനേ. പേടിപ്പിക്കൊന്നും വേണ്ട, കേസെടുത്ത് പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം, രാഷ്ട്രീയമായി നേരിട്ടോളാം. ഒരു കാര്യം, ഇപ്പോൾ മാർക്സിസ്റ്റുകാർ വരെ പാടിക്കൊണ്ട് നടക്കുകയാണ്. ഇത് നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇതാണ് പാടിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഈ പാട്ടാണ് പാടിക്കൊണ്ട് നടക്കുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയതിനല്ല പ്രശ്നം, പാരഡി ഉണ്ടാക്കിയതിനാണ് പ്രശ്നം. ആലോചിച്ച് നോക്കി, അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ചേർത്ത് നിർത്തുകയാണ്. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് CPM സംസാരിക്കുന്നത്. മനസ്സിലാക്കിയ